എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിൽ എല്ലാ ഞായറാഴ്ചയും വീക്കിലി അനലൈസും അതോടൊപ്പം തന്നെ ഇൻട്രാഡേ നാളേക്കുള്ള അനലൈസും, നാളേക്ക് നമുക്ക് മാർക്കറ്റ് എങ്ങനെയൊക്കെ ഏതെല്ലാം തരത്തിലാണ് ട്രേഡ് ആവുക, ബുള്ളിഷ് ആയിരിക്കുമോ ബാരിഷ് ആയിരിക്കുമോ എന്നുള്ളതും മറ്റുള്ള എല്ലാ ദിവസങ്ങളിലും എല്ലാ പിറ്റേ ദിവസത്തേക്കുള്ള അനാലൈസ് വീഡിയോകളും ചെയ്യാറുണ്ട്. കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അത് ഉപകാരപ്പെടാറുണ്ട്. ഈ ആഴ്ച നമുക്ക് മാർക്കറ്റ് എങ്ങനെയായിരിക്കും എന്നുള്ളതൊന്ന് നോക്കാം. മാർക്കറ്റ് വെള്ളിയാഴ്ച 270ഓളം പോയിൻ്റ് നെഗറ്റീവിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി. അതേപോലെ തന്നെ ബാങ്ക് നിഫ്റ്റി 360ഓളം പോയിൻ്റ് ഡൗണിൽ തന്നെ. മറ്റെല്ലാ ഇൻഡെക്സുകളും അതുപോലെ തന്നെയാണ് ഡൗണിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാർക്കറ്റ് ഇനിയും താഴേക്കാണോ വരാനുള്ള സാധ്യത, അല്ല മുകളിലേക്ക് തന്നെ തിരിച്ചു കയറുമോ? പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, അടുത്ത ആഴ്ച ബഡ്ജറ്റാണ്. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ചില ഇവൻറ്റ്സുകളൊക്കെ ഉണ്ട്. അതേപോലെ റിസൾട്ട് വന്നിട്ടുണ്ട് HDFC ബാങ്കിൻ്റെ, അതേപോലെ റിലയൻസ്, കൊട്ടാക്ക്, എല്ലാ റിസൾട്ടുകളും വന്നിട്ടുണ്ട്. ഇതൊക്കെ മാർക്കറ്റിനെ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യും, അതുപോലെ തന്നെ മേജറായ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നോക്കാം. അതിനു മുമ്പ് കഴിഞ്ഞ ആഴ്ച നമ്മൾ അനലൈസ് ചെയ്തത് ഈ ആഴ്ച എത്രത്തോളം കറക്റ്റായിട്ടുണ്ട്, എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടുണ്ട് മാർക്കറ്റിൽ എന്നുള്ളത് നോക്കുക. 24,605 കഴിഞ്ഞ ആഴ്ചയുടെ ആൾ ടൈം ഹൈ എന്ന് പറയുന്നത്. 605, 606 ആ ലെവലായിരുന്നു. അതിനുശേഷം ഈ ലൈനിന് മുകളിൽ ഇത് 1 ഡേ വീക്ക്ലി ടൈം ഫ്രെയിമിലേക്ക് മാറ്റേണ്ടതുണ്ട്. നോക്കൂ, 24,592 ഹൈ. ഇതിന് മുകളിൽ ഈ ആഴ്ച കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് ഈ ആഴ്ച ഇതിന് മുകളിൽ ഒരു ഡോജി ക്യാൻഡിൽ ഫോം ആവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ്. നിങ്ങൾക്ക് ആ വീഡിയോ പോയി കാണാം. ഇവിടെ മുകളിൽ ഐ ബട്ടണിൽ കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോ ആഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് കാണാം എന്താണ് അതിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. പ്രത്യേകം പറഞ്ഞത്, ഇവിടെ ഒരു ഫുൾ ഗ്രീൻ ക്യാൻഡിൽ ഫോം ആയിട്ടുണ്ട്. അതിൻ്റെ പിറ്റത്തെ ആഴ്ച അതിന് പകുതിയായി ഫോം ആയിട്ടുണ്ട്. അതിന് പിറ്റത്തെ ആഴ്ച, അതായത് കഴിഞ്ഞ ആഴ്ച അതിനും പകുതി ഫോം ആയിട്ടുണ്ട്. ഇനി വരുന്ന ആഴ്ച, അതായത് നമുക്കിപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ ഇതുവരെ വന്നിട്ട്, അതായത് മാർക്കറ്റ് നമ്മൾ കറക്റ്റായിട്ട് വരച്ചിട്ട് തന്നെയാണ് കാണിച്ചത്. ലേശം മുകളിലേക്ക് പോയി 24,750 വരെ പോകാനുള്ള സാധ്യത ഉണ്ട്. അതിനുശേഷം മാർക്കറ്റ് താഴെ വന്ന് ഇവിടെ ഒരു ഡോജി ക്യാൻഡിൽ ഫോം ആവാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് കഴിഞ്ഞ ആഴ്ചയിലെ വീഡിയോയിൽ പറഞ്ഞത്. ഞാൻ ആ വീഡിയോ വീണ്ടും പ്ലേ ചെയ്യിപ്പിക്കുന്നില്ല, കാരണം അത് റീയൂസ്ഡ് കണ്ടൻറ്റ് യൂട്യൂബിൽ വരുന്നത് കൊണ്ട് ഞാനത് ചെയ്യാതെ വീണ്ടും പറഞ്ഞു എന്ന് മാത്രം. അതിനാണ് മുകളിൽ ഐ ബട്ടണിൽ ആ വീഡിയോ കൊടുക്കാം എന്ന് പറഞ്ഞത്. ഓക്കെ, പറഞ്ഞതിൽ സത്യാവസ്ഥ ഉണ്ടോ എന്നറിയാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ രൂപത്തിൽ തന്നെ ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് ഒന്ന് നോക്കൂ. ഒരു ഡോജി മുകളിലേക്ക് പോയി ഒരു ഡോജി റിവേഴ്സാണ് ഫോം ആയിരിക്കുന്നത്. ഇതിന് നമുക്ക് ഇൻവെർട്ടഡ് ഹാമർ എന്നും പറയാം, റിവേഴ്സൽ പാറ്റേൺ എന്നും പറയാം, അതുപോലെ തന്നെ ഡോജി ടൈപ്പ് എന്നും പറയാം. മൊത്തത്തിൽ കഴിഞ്ഞ ആഴ്ച ഇൻഡിക്കേഷൻ ഒരു ക്യാൻഡിൽ ഫോം ആവാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞ ആ ഒരു ക്യാൻഡിൽ ഇവിടെ ഫോം ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ച് നമുക്ക് ഇനി അടുത്ത ആഴ്ച മാർക്കറ്റ് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ളതൊന്ന് നോക്കാം. അതിനു മുമ്പ്, നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പണം നഷ്ടപ്പെടുത്തിയവരാണോ? ഇപ്പോഴും കൺസിസ്റ്റൻ്റായ പ്രോഫിറ്റിലേക്ക് നിങ്ങൾക്ക് എത്താൻ കഴിയുന്നില്ലേ? എങ്കിൽ ഞങ്ങൾ തരുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ട്രേഡ് ചെയ്യാൻ തയ്യാറാണെങ്കിൽ താഴെ ലിങ്കുണ്ട്, ഞങ്ങളോടൊപ്പം കൂടാം. ഓർക്കുക, നഷ്ടപ്പെട്ട വേഗത്തിൽ കിട്ടിക്കൊള്ളണമെന്നില്ല, എങ്കിലും നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും. ഓക്കെ, തിരിച്ചു വരാം. ഇപ്പോൾ റിസൾട്ടുകൾ വന്നതിൽ റിലയൻസിൻ്റെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഒരു ആവറേജാണ്. അതേപോലെ തന്നെ HDFCയുടെയും ആവറേജാണ്. അതേപോലെ കൊടാക്കിൻ്റെയൊക്കെ ആവറേജാണ്. മാത്രമല്ല ഇവിടെ ഒരു റിവേഴ്സൽ ക്യാൻഡിൽ കൂടെയാണ് ഫോം ആയിരിക്കുന്നത്. നമ്മൾ പ്രതീക്ഷിച്ച രൂപത്തിൽ തൃപ്തികരമല്ല എങ്കിൽ ഇവിടെ നെക്സ്റ്റ് വീക്ക് ഈ റെഡ് ഡോജി പാറ്റേണിനെ ഈവനിങ് സ്റ്റാർ, അതായത് ഈ ഒരു 3 ക്യാൻഡിലിനെ വെച്ച് ഈവനിങ് സ്റ്റാർ ആവാനുള്ള, ഈവനിങ് സ്റ്റാർ പാറ്റേൺ ഫോം ആവാനുള്ള സാധ്യതയുണ്ട്. ഏതുവരെ വരുമെന്ന് ചോദിച്ചാൽ ഈ ട്രെൻഡ് ലൈൻ വരെ 23,630, 23,650 വരെ വരാനുള്ള സാധ്യതയുണ്ട്. ഇതിനെ മാർക്കറ്റ് നമ്മൾ പ്രതീക്ഷിച്ച രൂപത്തിൽ തൃപ്തികരമല്ലെങ്കിൽ ഇവിടെ ഒരു ഈവനിങ് സ്റ്റാർ രൂപം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതേസമയം മാർക്കറ്റ് പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ നിന്നും ഈ നെക്സ്റ്റ് വീക്ക് ക്യാൻഡിൽ
ഇതുവരെ പോകാനുള്ള, അതായത് 25,000 ക്രോസ് ചെയ്തുകൊണ്ട് പോകാനുള്ള സാധ്യതയുണ്ട്. 25,000 പൊട്ടിച്ച് 25,250 വരെ പോകാനുള്ള സാധ്യതയുമുണ്ട്. ബഡ്ജറ്റിനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഇത് സംഭവിക്കുക. ഈ മുകളിലേക്ക് തന്നെ മാർക്കറ്റ് പോവുകയാണെങ്കിൽ വരുന്ന കാലങ്ങളിൽ ഒരു മേജറായ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 25,000 ആവാനുള്ള സാധ്യത നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ വരുന്ന ആഴ്ച മാർക്കറ്റ് 25,000 മുകളിലാണ് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ മേജറായ സപ്പോർട്ടായിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് 25,000 ആവാനായിരിക്കും സാധ്യത കൂടുതലും. അതേസമയം മാർക്കറ്റ് താഴേക്കാണ് അടുത്ത ആഴ്ച വരുന്നതെങ്കിൽ, അത് ഏകദേശം ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് 24,530 ഏകദേശം 1000 പോയിൻറ്റോളം ഡൗൺ ആവാനുള്ള സാധ്യതയാണ് ബഡ്ജറ്റ് പ്രതീക്ഷ രൂപത്തിൽ അല്ലാതെ ആയെങ്കിൽ വരാൻ സാധ്യത. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ വീണ്ടും ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത്, ഈ ട്രെൻഡ് ലൈനിൽ നിന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് വീണ്ടും 25,000 മുകളിലേക്ക് തന്നെ തിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഏതായിരുന്നാലും ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ വരും കാലങ്ങളിൽ 25,000 എന്നുള്ളത് ഒരു മേജർ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ആയി മാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ ഫിബിനാച്ചി ലെവൽ പ്രകാരം നമ്മളന്ന് മാർക്ക് ചെയ്തതാണ്. കറക്റ്റായിട്ട് 1.4 ടച്ച് ചെയ്തിട്ടാണ് ബാങ്ക് നിഫ്റ്റി റിവേഴ്സ് വന്നത്. റിവേഴ്സ് വന്നതിന് ശേഷം ഇതുവരെ 51,150 വരെ ഇതുവരെയാണ് മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റി വന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചോളൂ, 51,150 ടു ഹൈ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് 53,180, 53,350 കേട്ടോ, 53,350. ഈ ഒരു 2,000 പോയിൻ്റ്, 2,000 പോയിൻറ്റിൻ്റെ 2,200 പോയിൻറ്റിൻ്റെ ഡിഫറൻറ്റ്. ഓക്കെ, ഇവിടെ നിന്നാണ് സപ്പോർട്ട് എടുത്ത് ബാങ്ക് നിഫ്റ്റി മുകളിലേക്ക് പോയത്. അതിനുശേഷം കഴിഞ്ഞ 3 ആഴ്ചകളായിട്ട് ബാങ്ക് നിഫ്റ്റി ഒരു സ്ട്രോങ് കൺസോൾട്ടേഷനാണ്. ഏകദേശം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നും ഈ ഒരു ലൈന് വരെ എത്രയാണ്, 52,000 ടു 53,000, 52,000 ടു 53,200 ഉള്ളിൽ, ഏകദേശം ഒരു 1,200 പോയിൻറ്റിൻ്റെ ഉള്ളിൽ ഒരു സ്ട്രോങ് കൺസോൾട്ടേഷനായിരുന്നു. മാത്രമല്ല കഴിഞ്ഞ 2 ആഴ്ച എന്ന് പറയുമ്പോൾ അതിലും കമ്മിയായിട്ടാണ് ഉള്ളത്. ഏകദേശം ഒരു 600 പോയിൻറ്റിൻ്റെയൊക്കെ ഉള്ളിലാണ് ബാങ്ക് നിഫ്റ്റി റണ്ണിങ് ആയത്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ബോക്സ്, ഇവിടെ നിന്ന് 53,350 ടു 52,000. ഓക്കെ, ഈ ബോക്സ് 1 ഡേ ടൈം ഫ്രെയിമിൽ എപ്പോൾ ക്ലോസ് ചെയ്യുന്നോ അതിനുശേഷം മാർക്കറ്റ് മുകളിലേക്കാണ് ഇത് ക്ലോസ് ചെയ്തെങ്കിൽ 2,000-2,500 പോയിൻറ്റോളം മുകളിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ബാങ്ക് നിഫ്റ്റിയിൽ കാണുന്നത്. അതേസമയം 52,000 താഴെ വന്നാൽ ഈ സപ്പോർട്ടിനെയും ക്രോസ് ചെയ്ത് താഴേക്ക് വരും. ഏതുവരെ വരും എന്ന് ചോദിച്ചാൽ ആദ്യം 51,150, അതിനെയും ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ 50,000 വരെ മാർക്കറ്റ് ഏകദേശം 2,000-2,500 പോയിൻ്റ് താഴേക്കും ഡൗൺ സൈഡ് വരാനുള്ള സാധ്യത ബാങ്ക് നിഫ്റ്റിയിലുണ്ട്. കറക്റ്റായിട്ട് നിങ്ങൾ നാളെ മുതൽക്ക് തന്നെ ഈ ബോക്സിനെ മാർക്ക് ചെയ്തോളൂ. 52,000 ടു 53,300, 53,350. ഈ ബോക്സിന് എപ്പോൾ 1 ഡേ ടൈം ഫ്രെയിമിൽ ക്രോസ് ചെയ്ത് ക്യാൻഡിൽ ഫോം ആവുന്നോ അവിടെ നിന്നും നമുക്ക് ട്രേഡ് എടുക്കാം. അവിടെ നിന്നും മുകളിലേക്കാണെങ്കിലും താഴേക്കാണെങ്കിലും 2,000-2,500 പോയിൻറ്റിൻ്റെ ഫാസ്റ്റ് മൂവ്മെൻറ്റ് ഉണ്ടാവും. ഓക്കെ, ഇതാണ് ബാങ്ക് നിഫ്റ്റിയുടെ വീക്ക്ലി അനലൈസ്. ഇനി നമുക്ക് നാളേക്കുള്ള ബാങ്ക് നിഫ്റ്റിയുടെയും സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് നോക്കിയിട്ട് നമുക്ക് അതിനനുസരിച്ച് ട്രേഡ് ചെയ്യാം. ആദ്യം ഈ ഫിബിനാച്ചി ടൂളൊന്ന് ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ബോക്സ് നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്കിത് 1 അവർ ക്യാൻഡിലേക്ക് മാറ്റുന്നുണ്ട്. നമ്മൾ ഇൻട്രാഡേയിൽ എപ്പോഴും ട്രേഡ് എടുക്കുമ്പോൾ 1 അവർ ക്യാൻഡിലാണ് സൂട്ടബിൾ ആവുക. ഇപ്പോൾ ബാങ്ക് നിഫ്റ്റി സ്പോട്ട് റേറ്റ് എന്ന് പറയുന്നത് 52,222 അപ്പോൾ നമുക്ക് ഈ ബോക്സിനെ നോക്കൂ, ഇതുവരെ കൊണ്ടുവന്ന് വെക്കാം. കാരണം ഇവിടെ
വയ്ക്കുകയാണെങ്കിൽ 52,000 വയ്ക്കുകയാണെങ്കിൽ ചെറിയ ഒരു നാളെ ഒരു ഗ്യാപ്പ് ഡൗണിലൊക്കെയാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ അത് നമുക്ക് താഴെയാണ് വെക്കേണ്ടത്. അതേസമയം ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ഇതിൻ്റെ സപ്പോർട്ടായിട്ട് വെക്കാം. ഏതായിരുന്നാലും 52,000 സപ്പോർട്ടായിട്ട് നിങ്ങൾ നോട്ട് ചെയ്തോളൂ. അതിന് താഴെ മേജർ സപ്പോർട്ട് 51,750. ഇതിന് 1 hour ടൈം ഫ്രെയിമിൽ ഒരു ക്യാൻഡിൽ ക്ലോസ് ചെയ്യണമെങ്കിൽ മാർക്കറ്റ് താഴേക്ക് വരാം. നമുക്ക് താഴേക്ക് എടുത്ത് പോകാവുന്നതാണ്. താഴേക്ക് എടുത്ത് പോകാം. ആദ്യം 51,150 പിന്നീട് അവിടെ നിന്ന് താഴെ വീഴുകയാണെങ്കിൽ മാർക്കറ്റ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ താഴേക്ക് വരാനുള്ള സാധ്യത കാണുന്നില്ല. അതേസമയം മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഏരിയ 52,750 എന്നുള്ള ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നാളെ 1 hour ടൈം ഫ്രെയിമിൽ തന്നെ മുകളിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഫസ്റ്റ് 52,750 എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് റെസിസ്റ്റൻസ്. സെക്കൻഡ് റെസിസ്റ്റൻസ് ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് വരുന്നത് 53,360. അതിനും മുകളിൽ പോവുകയാണെങ്കിൽ 54,300 വരെ 54,310 വരെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് ബാങ്ക് നിഫ്റ്റി. അപ്പോൾ ഇതാണ് സപ്പോർട്ട്. മേജറായ സപ്പോർട്ട് എന്ന് പറയുന്നത് 51,750 ഇതിനെ ബ്രേക്ക് ചെയ്താൽ ധൈര്യമായിട്ട് എടുത്ത് പോകാം. ഇനി നാളെ ഗ്യാപ്പ് അപ്പിലാണ് ഓപ്പൺ ആവുന്നതെങ്കിൽ ഈ 52,000 ക്രോസ് ചെയ്താൽ അവിടെ നിന്നും ഒരു 250 പോയിൻറ്റോളം ഇവിടേക്ക് ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തന്നെ നാളെ എൻട്രി എടുക്കാം. മുകളിലേക്ക് പോകുന്നതാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നെടുത്ത് 53,310 350 വരെ നമുക്ക് ഹോൾഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ബാങ്ക് നിഫ്റ്റിയിൽ ഇങ്ങനെയാണ്. ഇനി നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു 25,000 എന്നുള്ള ലെവലിനെ 2-3 പ്രാവശ്യം റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട സപ്പോർട്ടായിട്ട് നമുക്ക് കണക്കാക്കാം. 24,500 കുറച്ചുകൂടെ നമുക്ക് താഴേക്ക് വയ്ക്കാം. ഇത് വരെ വയ്ക്കുക. ഇവിടെ 24,450 460 വരെ വയ്ക്കാം. 24,460 താഴെ 1 hour ടൈം ഫ്രെയിമിൽ ക്രോസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് താഴേക്ക് വരാം. അതിനും താഴെയുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് 24,000 ഇവിടെയാണ് 24,200. ഓക്കെ, ഇനി അതിനും താഴേക്ക് വീഴുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ ബഡ്ജറ്റോടനുബന്ധിച്ചായിരിക്കും അത്. നാളത്തെ കാര്യം നമ്മൾ ലൈൻ ഇടുന്നു അല്ലെങ്കിൽ സപ്പോർട്ട് പറയുന്നു എന്ന് മാത്രം. 23,900 ഈ ഒരു ഏരിയയിലായിരിക്കും. ഓക്കെ, ഇതാണ് സപ്പോർട്ട്. ഇനി റെസിസ്റ്റൻസ് ആണെങ്കിൽ ആൾ ടൈം ഹൈ എത്രയാണ്? 24,857 അല്ലേ? ഓക്കെ, ഇത് തന്നെയാണ് ഫസ്റ്റ് റെസിസ്റ്റൻസ്. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ തൊട്ടടുത്ത് തന്നെ നമുക്ക് 25,000 അതായത് 150 പോയിൻറ്റിൻ്റെ മാറ്റത്തിലായിരിക്കും സെക്കൻഡ് റെസിസ്റ്റൻസ് ഉണ്ടാവുക 25,000. എന്നിരുന്നാലും ഇവിടുന്ന് അങ്ങോട്ട് ഒരു 150 പോയിൻ്റ് ഉള്ളതുകൊണ്ട് നമുക്കിത് ക്രോസ് ചെയ്താൽ തന്നെ എടുത്ത് പോകാം, എൻട്രി എടുക്കാൻ കഴിയും. ഓക്കെ, അപ്പോൾ 25,000 ആയിരിക്കും സെക്കൻഡ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക. അതിനും മുകളിൽ പോവുകയാണെങ്കിൽ ഈ ഒരു ഏരിയ ആയിരിക്കും. ഇതിനും മുകളിലാണ് പോകാനുള്ള സാധ്യത. ഫിബനാച്ചി ലെവൽ പ്രകാരം 25,350 വരിക. 25,310 എന്ന് വെച്ചോളൂ. ഓക്കെ, അതിന് മുകളിൽ പോവുകയാണെങ്കിൽ 26,000 വരെ സ്ട്രോങ് ആയിട്ട് പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് നാളേക്ക് ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 24,850, ഫസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത് 24,450. ഓക്കെ, അതിനും താഴേക്കൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസുകൾ നോക്കിയാൽ മതി. അപ്പോൾ ഇതാണ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റിയിൽ നാളേക്ക് നമുക്ക് ട്രേഡ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നാളേക്ക് 2 സ്റ്റോക്കുകളൂടെ പരിചയപ്പെടാം. ആദ്യത്തേത് ഹിന്ദുസ്ഥാൻ യൂണിലിവറാണ്. നമുക്കൊരു ബൈ എൻട്രി ആണ്. മാർക്കറ്റ് നാളെ സെൽ മോഡാണെങ്കിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ബ്രേക്കൗട്ട് ചെയ്താൽ മാത്രം എൻട്രി എടുത്ത് പോകാം, അല്ലാത്ത പക്ഷം എൻട്രി എടുക്കരുത്. 2,752 ഇപ്പോൾ 2,727 യൂണിലിവർ ഉള്ളത്. 2,752 എത്തിയാൽ മാത്രം ബൈ ചെയ്യുക. 2,738 സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. 2,766, 2,773, 2,780 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. അതിനും മുകളിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയുള്ള സ്റ്റോക്കാണ്. പരമാവധി പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റോപ്പ് ലോസ് കറക്റ്റായിട്ട് മെയിൻ്റെനൻസ് ചെയ്യുക.
അതേപോലെ തന്നെ മറ്റൊന്ന് ഇമാമി ലിമിറ്റഡ് ആണ്. ഇമാമി ലിമിറ്റഡിൽ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ 814 ഇപ്പോൾ 795 ഉള്ളത്. 814 വന്നാൽ മാത്രം എടുക്കുക. 810 സ്റ്റോപ്പ് ലോസ് വയ്ക്കുക. 818, 820, 822 എന്നിങ്ങനെ ടാർഗറ്റ് വയ്ക്കാവുന്നതാണ്. ഈ 2 സ്റ്റോക്കുകളും നിങ്ങളുടെ വാച്ച് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യാം. ട്രേഡ് എടുക്കുന്നതിന് മുമ്പ് സ്വന്തമായി അനലൈസ് ചെയ്ത് സ്വയം ബോധ്യത്തോടുകൂടി എടുക്കാൻ ശ്രമിക്കുക. ഞങ്ങളുടെ വീഡിയോ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ്. നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.